നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്കറിയാം വയനാട് നടന്ന വലിയ ഒരു ദുരന്തം. ആ ദുരന്തത്തിന് ശേഷം വീണ്ടും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജലബോംബ് മുല്ലപ്പെരിയാർ ആണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകളും അതല്ലെങ്കിൽ അതിൻ്റെ ആകുലതകളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണിപ്പോൾ. നമ്മൾക്കറിയില്ല, നമ്മൾ ആരും ഇത് നേരിട്ട് പോയി കണ്ടിട്ടില്ല. പക്ഷേ നേരിട്ട് പോയി കണ്ടിട്ടുള്ള ഒരുപാട് നാട്ടുകാർ അവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാനുള്ള സാധ്യത ഒരുപാട് ഏറെയാണ് എന്നുള്ളത് അത്തരത്തിലൊരു നാട്ടുകാരൻ വെളിപ്പെടുത്തുകയാണ്. അത് വേദനയോടുകൂടി തന്നെ പറയേണ്ടതുണ്ട്. കാരണം ഏകദേശം 4-ലധികം ജില്ലകൾ ഈ മണ്ണിലും ചെളിയിലും വെള്ളത്തിലും ഒരിക്കലും പുനഃസൃഷ്ടിക്കാൻ പറ്റാത്ത രീതിയിൽ മൂടിപ്പോകുമെന്നുള്ള വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് ശാസ്ത്രീയമായിട്ടാണെങ്കിലും അല്ലാതെയും അനുമാനങ്ങളായിട്ടും എല്ലാം നമ്മൾക്ക് മുൻപിലുണ്ട്. അത്തരത്തിലിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെ ഒരുപാട് കാലം സമരം പോലും ചെയ്തിട്ടുള്ള, തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരുകളോട് സമരം പോലും ചെയ്തിട്ടുള്ള ഒരു നാട്ടുകാരൻ വെളിപ്പെടുത്തുന്ന വലിയൊരു വെളിപ്പെടുത്തലുണ്ട്. അത് നമ്മളെല്ലാവരും കേൾക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. കാരണം നമ്മളാരും ഇതിൻ്റെ ഉള്ളിൽ നേരിട്ട് പോയി കണ്ടിട്ടുള്ളവരല്ല. അതുകൊണ്ട് ആ നാട്ടുകാർ, അവരുടെ അനുഭവസ്ഥർ, അവരാണിത് ജീവിച്ച് അനുഭവിക്കുന്നത്. അവർ പറയുന്ന വാക്കുകൾ വിശ്വാസത്തിൽ എടുക്കുക തന്നെ വേണം. കാരണം ഇവിടെ രാഷ്ട്രീയം കളിക്കേണ്ട ഒരു സമയമല്ല. എന്തായാലും ആ നാട്ടുകാരൻ പറയുന്നത് നമുക്ക് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇവിടുത്തെ ആര് പോയി നേരിട്ട് കണ്ടതൊന്നും ഒരിക്കലും പുറത്തറിയാം. ഇവിടുന്ന് ഒരുപാട് പേര് ഓരോ പണിക്കായിട്ടും പലരും അവിടെ പോയിട്ട് ഈ നേരിട്ട് പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത് പുറം ലോകത്തോട് പറഞ്ഞാൽ ആരും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തമിഴ്നാടിന്റെ ആധിപത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ നേരെയല്ല അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇതിനെ വ്യാഖ്യാനിച്ച് വേറെ രീതിയിലാക്കുകയാണ്. തമിഴ്നാട്ടിലെ ഒരു 5 ജില്ല ഈ വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് സാധാരണക്കാർ ജീവിക്കുന്നത്. അവർക്ക് ഇതിനെപ്പറ്റി ഈ ഡാം പൊട്ടിപ്പോയാൽ വെള്ളം കിട്ടത്തില്ല എന്ന് അവർക്ക് അറിയത്തില്ല. ഇടുക്കി ജില്ല തമിഴ്നാടിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പുഷ്പം പോലെ ഡാം കിട്ടി അവർ ചെയ്തു. നമ്മുടെ സർക്കാർ ആയതുകൊണ്ട് ചെയ്യുന്നു. ഇതിനെ രണ്ടുപേർ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനെ പാർട്ടിവൽക്കരിക്കുക, രാഷ്ട്രീയവൽക്കരിക്കുക. അതുകൊണ്ടാണ് പലർക്കും താല്പര്യമില്ല. കാരണം നമ്മൾ ഇറങ്ങുന്ന വെറുതെ ആവുക. അന്നത്തെ കാലത്ത് പല വീട്ടിലും കഞ്ഞിയോ ഇത് മേടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടുന്ന് മെനക്കെട്ട് പോവുക, മഴ നനഞ്ഞ. നോക്കൂ, ഈ നാട്ടുകാരൻ സമരത്തിൽ പോലും നേരിട്ട് പങ്കെടുത്തിട്ടുള്ള, ഒരുപാട് മാസങ്ങളോളം സമരം ചെയ്ത ഒരു നാട്ടുകാരൻ കൂടി ആണ്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിൽ നമ്മുടെ തമിഴ്നാടിന് ഇടുക്കി ജില്ല കൊടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട് കൃത്യമായിട്ട് ഭംഗിയായി ഈ അണക്കെട്ട് മാറ്റിക്കൊണ്ട് പുതിയ അണക്കെട്ട് ഉണ്ടാക്കുമെന്ന് അവർക്കതിന് പണിയറിയാം. നമ്മുടെ സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു പാലം പണിതാലും ഒരു സ്കൂൾ പണിതാലും പൊളിഞ്ഞു ചാടിക്കഴിഞ്ഞാലും ആർക്കും ചോദിക്കാനും പറയാനും ആരുമില്ല. അതിൽ കോടിക്കണക്കിന് രൂപ കൈയിട്ട് വാരി നക്കിയാലും അതിലും രാഷ്ട്രീയം കണ്ടുകൊണ്ട് നടക്കുന്ന മണ്ടൻ മലയാളി, എന്നിട്ട് അവൻ സ്വയം വിളിക്കുന്ന പേരാണ് പ്രബുദ്ധൻ എന്നുള്ളത്. ഈ മണ്ടൻ മലയാളിക്ക് ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തമിഴ്നാടിനെ കുറിച്ച് ഈ നാട്ടുകാരൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഈ നാട്ടുകാരൻ്റെ ഒരു പ്രജയുടെ, ഈ നാട്ടിൽ പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയക്കാരെ വോട്ട് കുത്തി ജയിപ്പിച്ച ഒരു പ്രജയുടെ വാക്കുകൾ കൂടിയാണ് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കേട്ടു നോക്കാം അദ്ദേഹത്തിന്റെ ബാക്കി വാക്കുകൾ. എന്തൊക്കെ രാത്രിയും പകലും സമരമായിരുന്നു. ആരാ എന്നിട്ട് എന്തെങ്കിലും നടക്കും. ഡാം പൊട്ടിക്കഴിഞ്ഞാല് ഈ തീരപ്രദേശത്തുള്ള ഒരു നിശ്ചിത സമയം കൊണ്ട് മുഴുവൻ പോകും. നമുക്കിത് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ ജീവിച്ചിരിക്കേണ്ട കേസുകളില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി ഒരു ചത്തുപോയി നമ്മുടെ കയ്യോ കാലം ഒടിഞ്ഞു നമ്മുടെ കുടുംബക്കാരും അങ്ങനെ മൊത്തത്തോടെ അങ്ങ് പോകത്തു. ഈ ഭീതിപ്പെടുത്തുക എന്ന് പറയുമ്പോഴത്തേനും പലരും പല രീതിയിൽ, അതായത് ഇവിടെ ഇല്ലാത്തവർ പോലും പലരും പറയുന്നുണ്ട് ഡാം പൊട്ടത്തില്ല എന്ന് പറയും. പക്ഷെ ഇവിടെ ഞാൻ ജനിച്ചു വളർന്ന ആളാണ്. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന കാലം തൊട്ട് മുല്ലപ്പെരിയാറിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് പലതരത്തിലൂടെ കാണുന്നത് നേരിട്ട് പോയി. ഞാൻ മുല്ലപ്പെരിയാർ ഡാമിൽ പോയിട്ടുണ്ട്, ഡാമിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടുണ്ട്. ഡാമിലെ അപ്പുറം ബേബി ഡാം എന്ന് പറഞ്ഞ ഡാമിൻ്റെ വെള്ളമില്ലാത്ത സമയത്ത് അതിൻ്റെ അപ്പുറത്തെ ഗ്യാപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ഈ ഒരു കയ്യാലക്കെട്ട് കണ്ട പോലെ ജസ്റ്റ് കല്ലുകെട്ടായിട്ടിരിക്കുന്ന സീൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള. അതായത് ഈ അറിയപ്പെടുന്ന എങ്ങനെ ഓരോരുത്തർ പുതിയ ഇവിടുന്ന് ഓരോ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി വരുന്നവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതാണ് പുറം ലോകം അറിയുന്നത്. ഇവിടുത്തുകാർ പോയി നേരിട്ട് കണ്ടതൊന്നും ഒരിക്കലും പുറത്തറിയാം. ഇവിടുന്ന് ഒരുപാട് പേര് ഓരോ പണിക്കായിട്ടും പലരും അവിടെ പോയിട്ട് ഈ നേരിട്ട് പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിത് പുറം ലോകത്തോട് പറഞ്ഞാൽ ആരും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം റിപ്പോർട്ടുകളാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ വരെ പല ഇതിന്റെ ഫോട്ടോകളും വന്ന് ഇതിന്റെ സിമെന്റ് അതെല്ലാം ഉണ്ട്. അതിനകത്ത് കുറച്ചൊക്കെ ചില ആൾക്കാർ അതിനെ എഡിറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട്. പക്ഷെ ഒറിജിനൽ ചില കാര്യങ്ങൾ പലർക്കും കാണാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലുള്ള സ്ഥലങ്ങൾ തമിഴ്നാട് സർക്കാർ അവിടെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള പോലീസ് സ്റ്റേഷനാണ് മുല്ലപ്പെരിയാറിലെ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ തമിഴ്നാടിന്റെ പോലീസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം 3-4 പേരുണ്ട്. പക്ഷെ അവർ ആ 3-4 പേർക്കാണ് അവിടുത്തെ അധികാരം.
ഇവർ ഈ 45 അല്ലെ 40 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 3-4 പേര് അവര് പറയുന്ന പോലെ ഇവർക്ക് ചെയ്യാൻ പറ്റും, പോലീസിന് ചെയ്യാൻ പറ്റും. അത്രമേൽ സ്ട്രിക്റ്റ് ആണ്. തമിഴ്നാടിന്റെ ആധിപത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജലതർക്കം കൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ നിങ്ങളുടെ ഈ ഒരു നമ്മളെ പറയുന്നത് മുല്ലപ്പെരിയാറ് കാരണമാണ് വെള്ളം തരുത്തില്ല, മുല്ലപ്പെരിയാറ് ഞങ്ങൾക്ക് വെള്ളം തരുത്തില്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ അതായത് തമിഴ്നാടുമായിട്ട് ഇപ്പോഴും നമ്മൾ ഇതേ പ്രശ്നം തന്നെയാണ് പാർലമെന്റിലടക്കം പല തവണ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ നേരെയല്ല അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇതിനെ വ്യാഖ്യാനിച്ച് വേറെ രീതിയിലാക്കുകയാണ്. അതായത് ഇവിടെ ഇവിടുത്തെ ആദ്യകാലത്ത് സമരം തുടങ്ങിയ സമയത്ത് ഇവിടുത്തെ നാട്ടുകാർ പലരും, അതായത് ഇവിടെ ഒരു 90% ആൾക്കാർ കൂലിപ്പണിക്കാർ പോകുന്നവരാണ്, കുറച്ച് പേരെ ഉള്ളു പഠിച്ചു പുറത്തു പോകുന്നത്. ഈ കൂലിപ്പണിക്കാർ പോകുന്നവരെല്ലാവരും സ്വന്തം പണി ഉപേക്ഷിച്ചിട്ടാണ് സമരപ്പന്തലിൽ വന്ന് നിരാഹാരം തൊട്ട് ഓരോ കാര്യങ്ങളും പലരും മാറി ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇരിക്കുന്നു, പലരും സമരമായിട്ട് എങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. അപ്പം ജോലിക്ക് പോകാത്തതുകൊണ്ട് അവർക്ക് അന്നത്തെ ദിവസങ്ങൾ വരുമാനമില്ല. അപ്പൊ ഇത് അത്യാവശ്യം ചാനലിൽ കൂടെ ക്ലിക്കായപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇത് അത്യാവശ്യം ക്ലിക്കാവുന്നതാണ്, അവരുടെ ഇതിനെ വേഗം കൂട്ടാൻ പറ്റുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ അവർ വന്ന് ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ മുന്നിലിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ മുന്നിലിരുന്ന് നിരാഹാര സത്യാഗ്രഹത്തിന്റെ കാര്യം പറയാം, ആദ്യത്തെ 2 ദിവസം 3 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിരാഹാര സത്യാഗ്രഹം ആളെ അറസ്റ്റ് ചെയ്ത് മാറ്റി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്ന് പറഞ്ഞ് മാറ്റുകയാണ് ചെയ്തത്. നടക്കുന്നൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിൽ കൂടെ ഇരിക്കുന്ന നാട്ടുകാരെ ആരെങ്കിലും ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്ന് പറഞ്ഞ് ആരും കാണുന്നില്ല, ഒരു ചാനലിലും കാണുന്നില്ല. അപ്പോൾ അവര് അതുപോലെ തന്നെ ഇരിക്കുക. അന്ന് നേതാക്കന്മാർ അവരുടെ ആ ഒരു വീഡിയോ ഇത് കഴിഞ്ഞിട്ട് പബ്ലിസിറ്റി കഴിഞ്ഞിട്ട് അവർ പോവാ, അവർ പിന്നെ മാറി വന്നിരിക്കുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം നേരിട്ടല്ല അവിടെ നിൽക്കുന്നത്. ആ സമയത്ത് ഇവിടെ സമരം നടന്ന കാലത്ത് ശബരിമല സീസൺ ടൈമിൽ വണ്ടിപ്പെരിയാർ KK റോഡ് വഴിയാണ് ശബരിമല വണ്ടി പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് അതായത് ഈ ഡാം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ രണ്ടാമത് ഒരിക്കലും റീബിൽഡ് ചെയ്യാൻ ഒരിക്കലും ആരും സമ്മതിക്കുന്നില്ല, പറ്റത്തില്ലാത്ത കാര്യമാണ്, നടക്കുന്നില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ ഡാം പൊട്ടിപ്പോയാൽ ഇത്ര ഏരിയ ഫുള്ള് തകർന്നു പോകും, ചില എറണാകുളം വരെ തകർന്നു പോകും. അതിൻ്റെ ഒരു കാര്യമുണ്ട്, അത് പറയാം. ഇപ്പോൾ പറയുന്നത് ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ തൊട്ട് അയൽവക്ക സംസ്ഥാനം, ഞങ്ങളിപ്പോൾ എന്തൊരു ആവശ്യമുണ്ടെങ്കിൽ തമിഴ്നാടാണ് പോകുന്നത്. തമിഴ്നാട്ടിലെ ഒരു 5 ജില്ല ഈ വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്, സാധാരണക്കാർ ജീവിക്കുന്നത്. അവർക്ക് ഇതിനെപ്പറ്റി ഈ ഡാം പൊട്ടിപ്പോയാൽ വെള്ളം കിട്ടത്തില്ല എന്ന് അവർക്ക് അറിയത്തില്ല. അവിടുത്തെ രാഷ്ട്രീയക്കാർ മുല്ലപ്പെരിയാർ പുതിയ ഡാം കിട്ടി നമുക്ക് വെള്ളം തരത്തില്ലെന്നാണ് പറയുന്നത്, അവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത്. അവർക്ക് ആ സാധാരണക്കാർക്ക് അറിയത്തില്ല. അപ്പം ഈ ഒരു കാര്യം അവർ ചെയ്യുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡാം തരത്തില്ല, നമുക്ക് സമരം ചെയ്യാം. നമ്മുടെ കേരളത്തിലെ വണ്ടി അവിടെ ചെന്ന ഈ സമരം നടന്ന സമയത്ത് വണ്ടി ഇവിടുത്തെ ഒരുപാട് പേർ വണ്ടികൾ കത്തിച്ചിട്ടുണ്ട്. അവിടെ കൃഷിയായിട്ട് ജീവിച്ചുകൊണ്ട് പോയ ആൾക്കാരുടെ കൃഷി സഹിതം മുഴുവൻ കത്തിച്ച് അവരെ രായ്ക്ക് രാമായണം നാടോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ കമ്പം തേനി. പക്ഷെ അതേസമയം ഇവിടെ ഞങ്ങൾ അന്നത്തെ കാലത്ത് ശബരിമല സീസൺ പോകുമ്പോൾ ബസ്സുകളൊക്കെ നടന്നത് അത്യാവശ്യം തമിഴ് അറിയാവുന്ന ആൾക്കാരെല്ലാം അകത്ത് കയറി ഇന്നതാണ് സംഭവം, ഞങ്ങൾക്ക് പുതിയ ഡാം മാത്രമല്ല, നിങ്ങൾ പുതിയ ഡാം 160 അല്ലെ ഇതിന്റെ താങ്ങാവുന്നതിന്റെ അപ്പുറം നിങ്ങൾ വെള്ളം കയറ്റിക്കോ, വെള്ളം മുഴുവൻ നിങ്ങൾ കൊണ്ടുപോകും, ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം വേണ്ട. കാരണം നമുക്ക് മഴ പെയ്യുന്ന ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വെള്ളത്തിന് ഒരിക്കലും ക്ഷാമമില്ലാത്ത സ്ഥലമാണ് ഒരു കാരണവശാലും. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല. ഈ ഡാം കൊണ്ട് വേറെ നമ്മുടെ കേരളത്തിലുള്ള ഒരാൾക്കൊരു പ്രയോജനമില്ല. അപ്പൊ പിന്നെ എന്തിനാ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലാത്ത, പക്ഷെ തമിഴ്നാടിന് വെള്ളം കൊടുക്കണം. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഡീകമ്മീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ഇതിനെ ബാധിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചത്. ഡീകമ്മീഷൻ വെച്ചാൽ ഒന്നെങ്കിൽ ഡാം പൊളിച്ചു കളയേണ്ടി വരും. അപ്പം വെള്ളം അവർക്ക് കിട്ടാതെ വരും. നമ്മുടെ തേക്കടി തടാകം ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ തേക്കടിയിൽ ബോട്ടിങ്ങിന് വരുന്ന ആൾക്കാരെല്ലാം ഈ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളത്തിൽ കൂടെ ആയിക്കൊണ്ടിരിക്കും. അപ്പം ഇതെല്ലാം അപ്പം നമ്മുടെ വരുമാനത്തെ നിലയ്ക്ക് ബാധിക്കുന്നതാണെന്ന് സർക്കാരിനറിയാം. അതുകൊണ്ട് അവർ അതിലേക്ക് പോവില്ല. ഞങ്ങളുടെ അഭിപ്രായം അവരത് ചെയ്തോട്ടെ. ഇത് നമ്മുടെ ഈ തമിഴ്നാടുമായിട്ടൊന്ന് ഞങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം തരാം എന്ന് നമ്മുടെ സർക്കാർ പറഞ്ഞാൽ മതി. നമ്മളെ വെള്ളം ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ നമ്മൾ മേടിക്കേണ്ട പൊക്കോട്ടെ, അത്രയും വെള്ളം നമുക്ക് വേണ്ട. ആ വെള്ളം പുതിയൊരു ഡാം തമിഴ്നാട് ഇപ്പം ഇടുക്കി ജില്ല തമിഴ്നാടിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പുഷ്പം പോലെ ഡാം കിട്ടി അവർ ചെയ്തിട്ടു. നമ്മുടെ സർക്കാർ ആയതുകൊണ്ട് ചെയ്യുന്നില്ല. അത് ഞാൻ ഒരു സർക്കാരിനെ മാത്രമല്ല പറഞ്ഞത്, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നില്ല. ഇതിന്റെ ഒരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്ത ആളാണ്. എറണാകുളത്ത് എൻ്റെ ഒരു സുഹൃത്ത് ആലുവയിലുണ്ടായിരുന്നു. അപ്പോൾ ആലുവയിൽ ഞാൻ ഇതുപോലെ മുല്ലപ്പെരിയാറിന് തീരെയാണ് താമസിക്കുന്നത് പറഞ്ഞപ്പോൾ അപ്പോൾ ആൾ എൻ്റെ അടുത്ത് തമാശയ്ക്ക് പറയാം, ഡാം പൊട്ടിയാലിതേ ഇവിടെ ഈ തോട്ടിക്കൂടെ പോകാനുള്ള വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ആളെ ഞാൻ 2018 പ്രളയത്തിന് ശേഷം ഞാൻ കണ്ടു. പ്രളയത്തിന് ആളിരുന്ന ഒരു കടയുള്ള ഒരാളാണ്. കടയുടെ 2ാം നില ഷട്ടറിന്റെ മേളിൽ വെള്ളമായിരുന്നു. അതായത് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടർ തുറന്ന് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 6 അടി ഹൈറ്റിൽ വെള്ളം വന്നിട്ടുണ്ട്. ഇവിടെ 6 അടി പൊങ്ങിയപ്പോൾ അവിടെ 2 നില ഹൈറ്റിന്റെ മേളിൽ വെള്ളമായി. ഇടുക്കി ഡാമിലും കൂടെ വെള്ളം ചെന്നു. അപ്പൊ നമ്മൾ ഇത് പറയുന്നത് മാക്സിമം ഈ ഡാം ഒന്നെങ്കിൽ പുതിയ ഡാം ഒരെണ്ണം കിട്ടാനുള്ളൊരു പരിപാടി മാത്രം ചെയ്താൽ മതി. വേറെ കേരള സർക്കാരിന് നഷ്ടമില്ല. പക്ഷെ ഇപ്പൊ ഈ വയനാടിന്റെ കാര്യം പറയുകയാണെങ്കിൽ
വയനാട്ടിലെ ഒരു ജസ്റ്റ് ഞാൻ പറയും ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലം ഇങ്ങ് പോകുന്നു വെച്ചു, മാക്സിമം നമ്മൾ കൂട്ടുക, അത്രയൊന്നും ഇല്ല, അത്രയും പോകുന്നു. അതിൻ്റെ അകത്ത് വെള്ളം തിങ്ങിയപ്പോൾ ഇങ്ങ് പോന്നു, അത് വന്ന് ആ ചാലിക്കൂടെ ഒഴുകി ആ ഏരിയയിലുള്ള വീട് വന്നു. ഇത് പക്ഷേ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്താൽ തേക്കടി, നിങ്ങൾ ബോട്ടിങ്ങിന് യാത്ര ചെയ്താൽ തന്നെ ഒരു 2 മണിക്കൂർ എടുത്ത് വേണം മുല്ലപ്പെരിയാർ ഡാം വരെ തേക്കടി ബോട്ട് ലാൻഡിങ്ങിന് അടുത്ത് വരാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒരു 2 ഇരട്ടിയോളം വെള്ളം നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യാത്ത സ്ഥലം ഉൾക്കാട്ടിലോട്ട് വെള്ളം കിടപ്പുണ്ട്. അപ്പൊ ഇത്രയും വെള്ളം നമ്മൾ അവിടുന്ന് ഈ ഡാം പൊട്ടിയാൽ ഇറങ്ങി പോകേണ്ട എത്ര ദിവസം എടുക്കും എന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം അത്രയും വെള്ളം ഇറങ്ങി പോകുന്നതും ഇപ്പൊ ഈ ആറ് ഒഴുകുന്നതും ഈ ഒരു ഒഴുക്കിനെ നമ്മൾ ആ അവിടുത്തെ ശക്തിയായ വെള്ളം വരുമ്പോൾ എത്രത്തോളം ഹൈറ്റ് വരും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നു. പിന്നെ അതായത് ഇവിടുന്ന് വണ്ടിപ്പെരിയാർ വരെ ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട്, വള്ളക്കട് തൊട്ട് വണ്ടിപ്പെരിയാർ വരെ. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ മുകളിലാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്നത്. ഇത്രയും ഭാഗത്തെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു 10-15 വീടുകൾക്കുള്ളിലെ വെള്ളം കയറിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാറിന് താഴേക്ക് പോകുമ്പോൾ 2 സൈഡിലെ റോഡ് ആളുകൾ കയ്യേറ്റവും കാര്യങ്ങളും കാരണം ആറ് സാധാരണഗതിയിൽ ഒഴുകുന്നു, ആറിന്റെ വീതി കുറഞ്ഞു പോകാനാണ്. അപ്പം ആറ് ഒഴുകും തോറും ചാലുകളെല്ലാം കൂടി വെള്ളം കൂടി വരുക ചെയ്യുന്നത്. അവിടെ ചെന്നപ്പോൾ ഇവിടെ 6 അടി വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ 2 നില ഹൈറ്റിൽ വെള്ളമായിരുന്നു. വണ്ടിപ്പെരിയാറിന് താഴെ 2 നില ഹൈറ്റിൽ ഇടുകയും ചെയ്തു, ആ വീടുകളിൽ വെള്ളം കയറി. അതുപോലെ നാശനഷ്ടങ്ങളാണ് അന്ന് ഉണ്ടായി പോയത്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾക്ക് വണ്ടിപ്പെരിയാറുമായിട്ട് ബന്ധിപ്പിക്കാവുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ മേളിൽ ഒരാൾ പൊക്കത്തിന് വേണ്ടി വെള്ളം ഉണ്ടായിരുന്നു. നമുക്ക് പാസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ചുറ്റി അങ്ങ് കറങ്ങി വേണം പോവാം. പക്ഷെ 20 കിലോ, അതും റോഡും നല്ല റോഡൊന്നും അല്ല. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്കൊരു വലിയ വണ്ടി പോലും എത്തിക്കാൻ, ഒരു ആംബുലൻസ് കടന്നു പോകാൻ പറ്റത്തില്ല. ബൈക്കും ജീപ്പൊക്കെ അത്യാവശ്യം കടന്നു പോകാൻ ഒരു ഓഫ് റോഡായിട്ടുള്ള വഴികൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റുള്ളൂ. ഈ നഗരം ഇത് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ നാട് ഫുള്ളവർ ഈ ചൂരൽമലയോ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ അതിന്റെ അപ്പുറം ഞാൻ പലപ്പോഴും അദ്ദേഹം അത്രയും പഠിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ തീവ്രത അറിയാവുന്നതാണ്. അദ്ദേഹം കുന്നത്തനാടുകാരനാണ്, എറണാകുളം ജില്ല. കുന്നത്തനാടും പെരിയാറുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ എങ്കിലും അദ്ദേഹം ഇതിന്റെ പുറകെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇതിന്റെ സത്യാവസ്ഥ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ടിപരമായിട്ട് ആരെയും സപ്പോർട്ട് ചെയ്യാനോ ഇത് തള്ളി പറയാനോ ഇല്ല. പക്ഷെ അദ്ദേഹം ഒറ്റയാൾ പോരാട്ടമായിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട്. പലപ്പോഴും ഇവിടെ വന്ന് വീട്ടിൽ വരെ വന്ന് ഇതിനുള്ള സമരമുണ്ട്, ഞങ്ങൾ നോട്ടീസ് കഴിഞ്ഞിടയ്ക്ക് വന്നപ്പോൾ തന്നിട്ടാണ് പോയത്. പലരും ഇവിടെ മാക്സിമം പങ്കെടുക്കാവുന്ന എല്ലാവരും പങ്കെടുത്തു. പിന്നെ ഇപ്പോൾ മാക്സിമം പങ്കെടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ 2 പേര് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനെ പാർട്ടിവൽക്കരിക്കുക, രാഷ്ട്രീയവൽക്കരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പലർക്കും താല്പര്യമില്ല. കാരണം നമ്മൾ ഇറങ്ങുന്ന വെറുതെ ആവുക. അന്നത്തെ കാലത്ത് പല വീട്ടിലും കഞ്ഞിയോ ഇത് മേടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടുന്ന് മെനക്കെട്ട് പോവുക, മഴ നനഞ്ഞ് നടക്കാവോ, എന്തൊക്കെ രാത്രിയും പകലും സമരമായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും നടന്നു. കേച്ചപ്പാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വർഷങ്ങളും നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ ഇത് ചെയ്യുമല്ല. പക്ഷെ അവർ അത്രയും നാൾ മെനക്കെട്ടിട്ടും ഇതുവരെയും ഒരാൾക്കൊന്ന് കണ്ണു തുറന്ന് നോക്കാനുള്ള പറ്റിയിട്ടില്ല. അതാണ് ഇവിടെ സത്യാവസ്ഥ. നമ്മളെ സംബന്ധിച്ച് ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ സമരത്തിന് പോകാത്തതിന്റെ കാര്യം വെച്ചാൽ ഡാം പൊട്ടിക്കഴിഞ്ഞാല് ഈ തീരപ്രദേശത്തുള്ള ഒരു നിശ്ചിത സമയം കൊണ്ട് മുഴുവൻ പോകും. നമുക്ക് ഇത് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ ജീവിച്ചിരിക്കേണ്ട കേസ് കിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒരു ചത്തുപോയി നമ്മുടെ കയ്യോ കാലം ഒടിഞ്ഞു നമ്മുടെ കുടുംബക്കാരും അങ്ങനല്ല, മൊത്തത്തോടെ അങ്ങ് പോകത്തു. അതുകൊണ്ട് ഈ ഏരിയ കാണത്തില്ല. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഒരു പക്ഷേ അന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അതാണ് അതിന്റെ സത്യാവസ്ഥ. നോക്കൂ, ഇതിൽ പരമൊരു മനുഷ്യൻ പറയേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാട്ടുകാരനാണ്, അനുഭവസ്ഥനാണ്, അവിടെ ജനിച്ച് വളർന്ന് കളിച്ച് എല്ലാ മേഖലയിലും മുല്ലപ്പെരിയാറിൻ്റെ ഉള്ളിലും എല്ലാ മേഖലയിലും കണ്ടിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയ പോരാട്ടങ്ങളോ രാഷ്ട്രീയ വെല്ലുവിളികളോ അല്ല വേണ്ടത്. 4ലധികം ജില്ലകളിലെ പൂർണ്ണമായിട്ടും ബാധിക്കുന്ന ജില്ലകൾ എല്ലാം ഉണ്ട് എന്ന് നമ്മൾക്കറിയാം. ഇപ്പോൾ വയനാടിൽ നടന്ന ദുരന്തത്തിൽ നമ്മൾ കണ്ടു, മരണസംഖ്യ അങ്ങനെ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകളെ കാണാതായി. അവരുടെ എണ്ണം കൂടി കൂടുമ്പോൾ എത്രത്തോളം ആകും എന്നുള്ളത് ആർക്കും അറിയില്ല. അത്തരത്തിൽ വലിയൊരു ദുരന്തം നമ്മൾ ക്ഷണിച്ചു വരുത്തിയവർ തന്നെയാണ്. അതിനെ പ്രകൃതി ചൂഷണം എന്നോ മറ്റെന്ത് പേരിട്ട് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ആരും ക്ഷണിച്ചു വരുത്തുന്നതാണോ എന്ന് ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയക്കാർ മാത്രമാണ് എന്നുള്ളത് അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടതുണ്ട്. കൊല്ലപ്പെടുന്നത് അതല്ലെങ്കിൽ മരണപ്പെടുന്നത്, ദുരന്തത്തിൽ അകപ്പെടുന്നത് ഈ രാഷ്ട്രീയക്കാരിൽപ്പെട്ട ആരുമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രാഷ്ട്രീയം കളിക്കാനുള്ള കളിസ്ഥലമല്ല, കളിത്തട്ടല്ല ഇത് എന്നുള്ളത് എല്ലാ ജനങ്ങളും മനസ്സിലാക്കി വലിയൊരു മൂവ്മെന്റിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.